സ്മോക്കിംഗ് ഈസ് ഇഞ്ചുറിയസ് ടു ഹെൽത്ത്. പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണ്. സ്മോക്കിംഗ് കോസസ് ക്യാൻസർ. പുകവലി അർബുദത്തിന് കാരണമാകുന്നു. പറമ്പ്, അമ്പലം, അമ്പലക്കോളം, വിനയം, എളിമ, പമ്മി പമ്മി പമ്മിയുള്ള ഈ സംസാരം മൊത്തത്തിൽ ഒരു ആയുർവേദ കുട്ടി. ഒരിക്കലും ബുദ്ധിമുട്ടിക്കരുത്. കാരണം ഇപ്പൊ ഇവർ രണ്ടുപേരും കൂടെ അമേരിക്കയിലായിരുന്നു. അപ്പൊ എനിക്ക് ഉള്ളിലൊരു ചെറിയ ധാരണ ഞാനിവിടെ പോകണമായിരുന്നു തോന്നി. മക്കളില്ലെങ്കിൽ എന്താ, തങ്കക്കുടം പോലത്തെ മരുമക്കളെയല്ലേ കിട്ടിയിട്ടുള്ളത്. രണ്ടുപേരും കുട കഴിഞ്ഞ് വീട്ടിലോട്ട് എടുത്തോണ്ട് വരുമായിരുന്നു. ഞാൻ പോയി എടുത്തല്ല കേട്ടോ. കുട കഴിഞ്ഞ് വീട്ടിലോട്ട് എടുത്തോണ്ട് വരുമായിരുന്നു. ഞാൻ പോയി എടുത്തല്ല കേട്ടോ. കഴിക്കുന്ന റീൽസ് ആണല്ലോ ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നത്. ഡയറ്റ് ചീറ്റ് ചെയ്തിട്ടുണ്ടോ എന്നാണ് ഞാൻ. റിമി ഒരു സ്ഥലത്ത് പോയിട്ട് ഞുണ്ണ ബിരിയാണി കഴിച്ചിരിക്കണേ. ഞാനിപ്പോ കഴിക്കാൻ പോകുന്നത് ഒരു ഈ ബിരിയാണിയുടെ പേരെന്ന് വെച്ചാൽ ഞുണ്ണ ബിരിയാണി എന്ന് പേടിച്ചു പോയി. ഒന്നൂടെ കേട്ടു, ഞുണ്ണ സമാധാനം. അമ്മയുടെ 2 മക്കളിലെ രണ്ടാമത്തെ ആള് പൃഥ്വിരാജ്. പൃഥ്വിരാജിന്റെ മാൻഡ്രസം ആര് കാണിക്കും? അറ്റ്ലീസ്റ്റ് നടത്തമെങ്കിലും ഞാൻ കാണിക്കാം. പൃഥ്വിയുടെ നടപ്പുണ്ട്. ഇനിയുണ്ട്, കാണിക്കട്ടെ. ചേച്ചി വന്നു പോയില്ലേ, സഹിച്ചല്ല പറ്റൂ. കാണിക്കും. അയ്യടാ കുഞ്ഞുടുപ്പ്. ഈ സ്കിറ്റ് കഴിയുമ്പോൾ ലക്ഷ്മി ചോദിക്കും, ആങ്കർ ഞാൻ കൊടുക്കരുതേ. ചില സമയങ്ങളിലൊക്കെ സ്റ്റാർ മാജിക്കിൽ കുട്ടിത്തം കാണിക്കാൻ വേണ്ടി എടുത്തതാണ്. അത് നല്ലതാ. താഴെ കൂടെ ഏതെങ്കിലും ഇടണം. അടിപൊളി. മമ്മൂക്കയുടെ ആറ്റിറ്റ്യൂഡ് അതെനിക്ക് ഐ മീൻ ലവ് വിത്ത് ദാറ്റ് ആറ്റിറ്റ്യൂഡ്. സൂപ്പർ, പൊളിച്ച്. ലക്ഷ്മി ഐ ആം ഇൻ ലവ് എന്നൊന്നും പറയരുത്. ആ ജീവിതത്തിൽ ഒരു പെൺകുട്ടി ഇല്ല എന്ന് പറഞ്ഞേക്കുന്ന ആളാണ് ലക്ഷ്മി. ഓ സൂക്ഷിച്ചോ, ആന്റിമാരോടാ താല്പര്യം. ലക്ഷ്മി സൂക്ഷിച്ചോ, ആന്റിമാരോടാ താല്പര്യം. എന്നാലും എന്റെ അലീന ഇത്രയും വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടാ. എന്തൊരു മാറ്റമാണ് ഇത്. എന്നെ കണ്ട ഒരു മാറ്റവും ഇല്ല. ഇപ്പൊ പിന്നെ 6 അടി 7 അടി പൊക്കം ഉണ്ട്. അതുകൊണ്ട് പിന്നെ സമാധാനിക്കാം. എന്റെ അച്ഛനും അമ്മയും ഓരോ ദിവസവും എന്റെ കൈ വളരുന്നുണ്ടോ കാല് വളരുന്നുണ്ടോ എന്ന് ഇങ്ങനെ നോക്കി. അതേ നോക്കി ബുദ്ധി വളരണമെന്ന് അവര് നോക്കിയിട്ടില്ല. നമ്മളോടൊന്നും തോന്നല്ലേ. മാധവന്റെ അടുത്തേ ലൈക്ക് നമ്മള് വട്ടപ്പേര് ചോദിക്കണ്ടല്ലോ. ഇല്ലാന്ന് മാത്രം പറയരുത് കേട്ടോ. സ്വന്തമായിട്ട് അങ്ങനെ എന്തെങ്കിലും വട്ടപ്പേര്? അങ്ങനെ ഒരു വട്ടപ്പേരില്ല. എന്നെ ഇന്ദ്രാന്ന് വിളിക്കും, ചില ആൾക്കാരെ ചിത്തൂന്ന് വിളിക്കും. അതൊക്കെ തന്നെ. അമ്മ എന്ത് വിളിക്കും? അമ്മ മോനെ. അതെ, സ്വന്തമായിട്ട് താക്കോലുള്ള ഒരു ജീവി മങ്കി. കീ കീ എന്നിട്ട് ഉത്തരം പറയില്ലേ മങ്കിയാവുന്നു. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. നല്ല പറഞ്ഞ രണ്ട് ജീവിയുണ്ട്. ഡോങ്കിയും മങ്കിയും ഒന്ന് തന്നെ. പൊട്ടന്ന ലോക പൊട്ടനാണ്. പൊട്ടന്ന ലോക പൊട്ടൻ. അതിൻ്റെ അകത്ത് എനിക്ക് ഇപ്പോഴും സങ്കടം വന്നേക്കുന്ന ഒരു കാര്യം, അതിലൊരേ ഒരു ലെഗ് പീസേ വെച്ചിട്ടുണ്ടായിരുന്നു. 1 or 2. എനിക്ക് എപ്പോഴും ലെഗ് മാത്രം പോരാ, മറ്റേ ജസ്റ്റ് ആ പീസ് കിട്ടാനാണ് ആഗ്രഹം. പക്ഷെ എന്തോ അതെനിക്ക് ഭയങ്കര സങ്കടം. താല്പര്യമാണ്. ഇനിയെങ്കിലും നീ സത്യം പറ, ആ 3 പേരാരാ? ഒരെണ്ണം തങ്കച്ചൻ, ബാക്കി 2 പേര്. ഒന്ന് നിങ്ങൾ. എന്നെ ഇഷ്ടമായിരുന്നു. അറിയില്ലായിരുന്നു. അവർക്ക് എല്ലാ വയസ്സന്മാരെ ഇഷ്ടപ്പെടുള്ളൂ. My question at the right time, yes, yes. at the right place. Excuse me, ചേച്ചി. My love for your amma. ഇന്ന് രാവിലെ അമ്മയുടെ ആ വീഡിയോ കണ്ടപ്പോൾ ഭയങ്കര ഇംഗ്ലീഷ് സംസാരിച്ചില്ലേ? I want this.
ആ പാസിംഗ് സീൻ എന്തിനായിരുന്നു ഇതില്? അല്ല മലങ്കോള് വന്നു പറഞ്ഞിട്ട് അവൻ എന്തിനാ അങ്ങോട്ട് ഓടിയത്? മലങ്കോൾ എന്ന് പറഞ്ഞത് മനസ്സിലായില്ലായിരിക്കും. മുണ്ട് വെക്കാതെ ഇരിക്കുന്ന കഷ്ടം. ഭയങ്കര റൊമാൻറ്റിക്. തീർച്ചയായിട്ടും ഭയങ്കര റൊമാൻറ്റിക് ആയിരുന്നോ? ചുമ്മാ അച്ഛാ അത്ര റൊമാൻറ്റിക് ഒന്നും അങ്ങനല്ല. ഭയങ്കര റൊമാൻറ്റിക് ആണോന്ന് ചോദിച്ചാൽ ഈ റൊമാൻസ് ഞങ്ങൾ കാണാത്താണോ എന്തോ. ഇത്രയും നല്ല സാധനമാണ് നമ്മൾ അടിക്കുന്നത്. വീട്ടിലൊക്കെ കുറ്റം പറഞ്ഞേ. എടാ PSC കേട്ടോ, ആൽക്കഹോൾ ഈസ് എ ലിക്വിഡ് ഫോർ പ്രിസർവിംഗ് എവറിത്തിങ് എക്സെപ്റ്റ് സീക്രട്ട്. ഇത്ര സ്റ്റാൻഡേർഡ് സാധനം അത്. അല്ല ലാസ്റ്റ് പറഞ്ഞ കേട്ടോ, അത് സീക്രട്ട് ആയിട്ട് അടിക്കണം. അത് ഇതിൽ അറിയരുത്. അച്ഛൻ ഗുരുവായൂർ പോയില്ലേ? അച്ഛന്റെ കുരു വരാൻ ഞാൻ കേട്ടോ ഈ ഒരു വേളയിൽ. ഇവിടുത്തെ പൊടിമോള് ഞാനാ. ഇവിടെ കിടക്കുന്ന പൊടിയൊക്കെ ഈ മോളാണ്. ഏറ്റവും ചെറുതാന്നുള്ളൂ പ്രായം കൊണ്ട്. ലക്ഷ്മി, ഈ പേരിൽ ഇഷ്ടമുള്ള ആൾക്കാർ നല്ല കലാകാരന്മാരായിരിക്കും. അനീഷ്, സുമേഷ്, ബനീഷ്. ഒരാളും കൂടെ കബീഷ്. എന്റെ കൺമണിയെ കണ്ടായിരുന്നോ? ദേവാലയം പെട്ടെന്ന് കൺമണിയെ കൺമണി എന്ന് വിളിച്ചപ്പോ പാലാസജി പറഞ്ഞ കൺമണി ഈ ബാക്കിലെ കൺമണി. ഇവരെ ഞാൻ എവിടെയോ എന്റെ തോന്നലാവാം, എന്നാലും അതല്ലല്ലോ. എവിടെയോ വെച്ച കണ്ട പരിചയമുണ്ട്. എന്തായാലും വന്നിട്ടുള്ള ഓഡിയൻസ് പൊള്ളിയാണ് കേട്ടോ. നിങ്ങൾ എവിടുന്നാ വരണേ? നിലമ്പൂരിന്നാ വരണേ. എന്താ ചെയ്യണേ? നിലമ്പൂർ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാനാ? അവര് കാണാൻ വന്നല്ലേ. യോധ സിനിമയ്ക്കകത്തെ ചേച്ചി ഇങ്ങനെ ആ സംഭവം അത് കയ്യിൽ നിന്ന് ഇട്ടതാണ്, അതോ സ്ക്രിപ്റ്റിലുണ്ടോ? കോഴിക്കോട് ഒരു അപ്പൊ ജഗതി ചേട്ടൻ വന്ന് വീഴും. ഞാൻ എന്റെ ചോദ്യം മാത്രം മതി, എന്റെ മറുപടി വേണ്ടായോ? എന്നുള്ളതില്ല, പക്ഷെ കുറച്ചുകൂടെ വികൃതി രാജുവായിരുന്നു എന്ന് അമ്മ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ മൂത്ത മക്കൾ എപ്പോഴും ക്ഷമയുള്ളവരാണ്. ഉത്തമനാണോ? വെറുതെ ലേറ്റ് പിടിച്ചത്. അത് മൂത്തത്, ഇത് പൂത്തത്. ശരി. ആരെ നോക്കുന്ന? അലീനന്റെ വീടൊക്കെ എങ്ങനെ നോക്കുന്നേ? ഓ, പഴയ ഓർമ്മകളൊക്കെ ആയി വർക്കുമായിരിക്കും അല്ലേ? കേശുവും ആയി വർക്കുമായിരിക്കും. കേശു മിക്കവാറും അരി പിറക്കും. കാലത്തെ 10 മണി മുതൽ 11 മണി വരെ ഈ എത്താത്ത തോർത്ത് കൊടുത്തോണ്ട് ഒന്ന് കുളിക്കണ ഇവന്. ലക്ഷ്മി, കൊടുത്തു കുളിക്കാൻ നല്ലൊരു തോർത്തന്റെ കയ്യിലുണ്ട്, വേണോ? തോർത്ത് കൊടുത്തോണ്ട് ഒന്ന് കുളിക്കണ ഇവന്